വേദയ്ക്ക് അങ്ങ് കൂടി ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു എയർ ഫ്രയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞു ഫാമിലിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു എയർ ഫ്രയർ. ചോറ്, മോര്, ചമ്മന്തി, കപ്പയും ഉടങ്കല്ലി മുളക് തേങ്ങായും കൂടെ വെച്ചരച്ച തേങ്ങാ ചമ്മന്തി, പിന്നെ ഓംലെറ്റ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വേദക്കുട്ടിക്കൊരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. വേദയ്ക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോകുന്നത് വേദയ്ക്ക് ഇഷ്ടമല്ല. പുതിയത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതിലൊന്നും വലിയ അങ്ങനെ സന്തോഷം കാണുന്ന ഒരു കൊച്ചല്ല. വേദയ്ക്ക് അങ്ങ് കൂടി ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ചിക്കൻ. അതിനി എങ്ങനെ എത്ര വൃത്തിയായിട്ട രീതിയിൽ വെച്ച് കൊടുത്താലും വേദ കഴിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ എന്ന് ഞാൻ കരുതി വേദയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ചിക്കൻ എന്ന് കേട്ടാൽ അച്ഛന് സോപ്പിടും രാത്രിയാകുമ്പോൾ ചിക്കൻ വാങ്ങിച്ചിരും. അപ്പോൾ ഇന്ന് ഞാൻ കരുതി വീട്ടിലുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ചിക്കൻ ഗ്രിൽ ചെയ്യാൻ പോണേ. എയർ ഫ്രയർ ഗ്രിൽ ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ചിക്കൻ രാവിലെ ഞാൻ ഏട്ടനെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. ആദ്യം വേണ്ടത് ചിക്കൻ തന്നെയാണ്. ഞാൻ വലിയ പീസസ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് അരച്ച് ചേർക്കാനായിട്ട് മല്ലിയില, പുതിനയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പകുതി സവോള ഞാൻ അങ്ങനെ അധികം ഇടത്തില്ല. ഇതിപ്പോൾ ഒരു സവോള ഇട്ടേക്കാൻ നേരത്തെ സവോള ഇത്രയും തന്നെയാണ് വേണ്ടത്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ജീരകം, ഉപ്പ്. ജീരകം മസ്റ്റായിട്ട് വേണമെങ്കിൽ ആ ഒരു അൽഫാം, തന്തൂരി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടൊക്കെ നാരങ്ങ, ഒരു പകുതി നാരങ്ങ എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഗീയോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇനി ഒരു തുള്ളി എണ്ണ പോലും നമ്മുടെ ചിക്കന് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നില്ല. നമ്മുടെ പുതിയ എയർ ഫ്രയറിൽ വെച്ചാണ് നമ്മളെന്താ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ഇത്രയും ഈ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മല്ലിയില, പുതിനയില, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ജീരകം, ഗരം മസാല, കുറച്ച് വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ അല്ലാണ്ട് ഒരു തുള്ളി എണ്ണ നമ്മളൊന്നും എടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി പേസ്റ്റാക്കി നമുക്ക് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് വേണം ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാനേ. തന്തൂരി ചിക്കനെന്നോ അൽഫാമെന്നോ എന്ത് പേര് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. ഞാനിപ്പോൾ തൽക്കാലം തന്തൂരി ചിക്കൻ എന്ന് വിളിക്കാം. എയർ ഫ്രൈഡ് തന്തൂരി ചിക്കൻ. ഓക്കെ. എന്നിട്ട് ആ പേസ്റ്റ് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ തട്ടുകയാണെങ്കിൽ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വലിയ അണ്ടാവോ പാത്രം എടുത്തിട്ട് ചിക്കൻ എല്ലാം കൂടി അതിലേക്ക് പറക്കി ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് തിരുമ്മി എടുക്കുകയാണ്. എല്ലായിടത്തും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ തേക്കാണ്. ഞാനിത് സാധാരണ തീക്കനലിട്ടിട്ട് ഗ്രില്ല് ചെയ്ത് ചുട്ടെടുക്കുകയാണ് പതിവ്. അല്ല എങ്കിൽ ഞാൻ ഒരു നുള്ളു വെളിച്ചെണ്ണ, ഒരു സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കരിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് രീതിയിലാണ് മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എയർ ഫ്രയർ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. ഈ കനലിലിട്ട് ചുട്ടെടുക്കുന്നതാണെങ്കിലും അടുപ്പത്തിട്ട് പാനിലിട്ട് ചെറിയതായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുന്നതാണെങ്കിലും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. വേദയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ മിക്കവാറും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ആ സാധനം. ഫ്രൈ അല്ല, ഗ്രിൽ അല്ലെങ്കിൽ തവ ഫ്രൈ എന്നോ അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അഗാരോയുടെ എയർ ഫ്രയറിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അഗാരോ ഗാലക്സി ഡിജിറ്റൽ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു എയർ ഫ്രയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞു ഫാമിലിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു എയർ ഫ്രയർ. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ലെഗ്, ഷ്രിംപ്, കേക്ക്, സ്റ്റീക്ക്, ഫിഷ്, റിബ്സ് എന്നുവേണ്ട 7 പ്രീസെറ്റ് പ്രീഹീറ്റ് ഫംഗ്ഷനും അവൈലബിൾ ആണ്. പെർഫെക്റ്റ് ഫോർ ഫാമിലി മീൽസ് ആൻഡ് സ്മോൾ ഗെറ്റ് ടുഗദർ. 1400 വാട്ട്സ് പവർ ഇതിനുള്ളത് കൊണ്ട് ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് ആയിരിക്കും. 360 ഡിഗ്രി റാപ്പിഡ് ഹോട്ട് എയർ സർക്കുലേഷൻ ടെക്നോളജിയും ഇതിലുണ്ട്. ഇറ്റ് ക്വിക്ക്ലി ഡിസ്പേഴ്സസ് ഹീറ്റഡ് എയർ ഇൻ ഓൾ ഡയറക്ഷൻസ്. 90% ലെസ് ഓയിലോട് കൂടി ഇത് നമ്മുടെ ഫുഡ് എല്ലായിടത്തും കുക്കാവുകയും ചെയ്യും. ആ ഒരു ക്രിസ്പി ടെക്സ്ചർ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേയും ടച്ച് കൺട്രോളാണ് വരുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ 80 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ 120 മിനിറ്റ്സ് വരെ കൊടുക്കാനും പറ്റും. കംസ് വിത്ത് കീപ് വാം ഫംഗ്ഷൻ. അത് നമ്മുടെ കുക്ക്ഡ് ഫുഡിനെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാലും വാം ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് എയർ ഫ്രയർ ഓവൻ കംസ് വിത്ത് ബിൽറ്റ് ഇൻ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷൻ. ഇതിനൊരു ഇന്നർ ട്രേയും
പാനും ഉണ്ട് വിത്ത് ഹാൻഡിൽ. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാവേ. ആ ട്രേയിലേക്ക് നമ്മുടെ 2 പീസ് ചിക്കൻ വയ്ക്കുക, പവർ ഓൺ ചെയ്യുക, 200 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുക, ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, അപ്പോഴേ 2 സൈഡും നല്ല രീതിയിൽ കുക്കാവത്തുള്ളൂ, നല്ല കളറൊക്കെ വരത്തുള്ളൂ. ഒരു 12 മിനിറ്റ് കുക്കായ ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു കുഞ്ഞ് മിൻറ്റ് സോസ് കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ, ഒരു സവോള, കുറച്ച് വെളുത്തുള്ളി കൂടി അതിൻ്റെ കൂട്ടത്തങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സോസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ തിരിച്ചെടുക്കുക. വീണ്ടും ചിക്കൻ കുക്കാവാനായിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സോസിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് തൈരും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കറക്കിയെടുക്കുക. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട്. നോക്കിയാൽ നല്ലപോലെ ഗ്രില്ലായി നല്ല വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സോസും കൂട്ടി ഇനി കഴിക്കണം, അത്രയേ ഉള്ളൂ പാട്. ലെസ് ഓയിൽ ഗ്രിൽഡ് ചിക്കൻ റെഡി. ഇനി ക്ലീനിങ്ങിനായിട്ട് റിമൂവ് ദ യൂട്ടൻസിൽസ് ആൻഡ് വാഷ് ദം ആൻഡ് സിംപ്ലി വൈപ്പ്. കാര്യം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സത്യമായിട്ടും ദിസ് എയർ ഫ്രയർ ഇസ് വെരി ഗുഡ്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ. ആക്ച്വലി ഇപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ ഞാൻ കഴിക്കുകയാണ് ഗൈസ്. അതെന്താ നല്ല സോഫ്റ്റ് ടെൻഡർ ചിക്കൻ. അതിൻ്റെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേദക്ക് ഞാൻ ഇത് വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ വൈകിട്ട് പിന്നെ ഒന്നും കഴിക്കില്ല. വരുമ്പോൾ പറയാം ചിക്കൻ ഉണ്ടെന്ന്. അപ്പം വേദയുടെ മുഖത്തെ റിയാക്ഷൻ നിങ്ങൾ കാണുക. ക്ലൂ കിട്ടി ഇന്ന് ചിക്കൻ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ എയർ ഫ്രൈഡിൽ ചിക്കൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി കാണുന്നു ചിക്കൻ ഉണ്ടാവും എന്നുള്ളത്. വരുമ്പോൾ പറയാം. ഇനി ഒരു മോരൂടെ കുടിച്ചാൽ ഇന്നത്തെ ഡിന്നർ കുശാൽ. ഇന്ന് ഞാനിവിടെ ഒന്നും വച്ചില്ല കേട്ടോ. വച്ചു ചോറ്, മോര്, ചമ്മന്തി, കപ്പയും ഉടങ്കല്ലി മുളക് തേങ്ങായും കൂടെ വെച്ചരച്ച തേങ്ങാ ചമ്മന്തി, പിന്നെ ഓംലെറ്റ്. ഇന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക്. വേദയ്ക്ക് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും തൈരും ചോറും കൂടി കൊടുത്തു. തൈരല്ല, മോരെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മോരാണ്. മോര്, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ച് അടുത്തൊരു സ്പെഷ്യൽ മോര്, ഉപ്പൊക്കെ ഇട്ടത്. അങ്ങനെ കുടിക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ഭ്രാന്തികളെ പോലെ ഇരിപ്പുണ്ടല്ലേ. കുളിച്ചിട്ടൊന്ന് മുടി വാരി ഇങ്ങനെ ചൂടായപ്പോൾ ഇങ്ങനെ കെട്ടിയതാണ്. മഴയെങ്കിലും ചൂടിനൊരു കുറവുമില്ല. ഇതിപ്പോൾ വരും ഒരു സൂപ്പർ. വേദ വരാൻ സമയമായേ. പിന്നെ ഞങ്ങൾ ചിക്കൻ എന്തായാലും ഗ്രില്ല് ചെയ്ത് കൊടുക്കാം. പാവം ഇനി വൈകുന്നേരം വരെ കൊതിയായിട്ടിരിക്കും കേട്ടോ. അവൾക്ക് ആ സാധനം കിട്ടണ വരെ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പാവം എപ്പോഴായാലും കഴിക്കാനുള്ള തന്നെയല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് ഇത് ഞാൻ വീണ്ടും ഒരു പീസ് കൂടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവുമല്ലോ, അതായതുകൊണ്ട് പെട്ടെന്നാവും. വേദയുടെ ഓട്ടോ വരുന്നുണ്ട്, ഇപ്പോൾ വരും. നമുക്ക് ആൾക്ക് സർപ്രൈസ് കൊടുക്കാവേ. വേദ വരുന്നുണ്ടേ. വേദയ്ക്കൊരു സർപ്രൈസ് ഉണ്ടേ എന്ന്. അത് മണപ്പിച്ച് നോക്കണ എടി പട്ടിയാ നീ. എവിടെ പോണു? ലൈറ്റ് ഇട്ടിട്ട് പോ, എനിക്ക് വീഡിയോ കൂടി എടുക്കാം. ഞാൻ പറഞ്ഞില്ല ചിക്കൻ എന്ന് പറഞ്ഞാല് വേദ തിരിച്ചു കയറ്റുവേ. കുളിച്ച് റെഡിയായി ഫ്രഷായി വന്നിട്ട് ചിക്കൻ തരാം. ഓക്കെ ഓക്കെ, സന്തോഷം. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. എടാ അതുപോലെ രാജിയൊന്ന് എന്തോ നിനക്ക് ഞാൻ കുറച്ച് ടീഷർട്ട്സ് വേദയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇങ്ങോട്ട് തിരിയുടെ ലൈറ്റില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ടീഷർട്ട് വരും. അതുകൂടെ ഇട്ട് നോക്കേ. എടേ അതെന്തോ സ്വഭാവം. കുഞ്ഞിങ്ങോട്ട് കൊച്ചേ. എന്നിട്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ട് കുളിച്ച് റെഡിയായി. രാവിലെ കുളിച്ചില്ലായിരുന്നാ? അപ്പം മേലൊക്കെ കഴുകി റെഡിയായി വായ. ഡ്രസ്സൊക്കെ മാറി വാഷിംഗ് മെഷീൻ ഇടണേ കേട്ടാ. വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വരണം. കണ്ടോ വേദയുടെ സന്തോഷം കണ്ടോ? എന്ത് സന്തോഷം നോക്കാം. അവിടെ നിന്ന് മണപ്പിച്ച പേരാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് വേദയ്ക്ക് ചിക്കൻ. ചിക്കൻ അല്ലാതെ കൊച്ച് വേറൊരു വക കഴിക്കത്തില്ല.
ഒരു സാധനം അവൾക്ക് വേണ്ട, എന്നും ചിക്കൻ 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 ചിക്കൻ. അതിപ്പോൾ നമ്മൾ വാങ്ങി കൊടുത്തില്ല എന്ന് വെച്ചോളൂ, എവിടെ നിന്നെങ്കിലും അവൾക്ക് കിട്ടും. ഒന്നേ ഇവിടെ അടുത്ത ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരിക്കും, എന്തെങ്കിലും ഒരു പാർട്ടി വരും, നെട്ടയത്ത് പോയ അവിടെ ആയിരിക്കും, എന്നും അവൾക്ക് കിട്ടിയിരിക്കും ആ ചിക്കൻ. എങ്ങനെയായാലും നമ്മൾ വാങ്ങി കൊടുക്കണ്ടെന്ന് വെച്ചാലും അവൾക്ക് കിട്ടിയിരിക്കും. ഹോ, ജീവനും കളഞ്ഞ് ഓടയാണ് എൻ്റെ അമ്മോ. എനിക്ക് അമ്മ എടുത്തുതരാം, അമ്മ എടുത്തുതരാം, അമ്മ എടുത്തുതരാം. ഞാനേ ഒരു സോസ് കൂടി ഉണ്ടാക്കി. നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഓ, ചൂട് 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 ചൂട്. ബ്രെഡ് നിൽക്കേ, ഇനിയുണ്ട് വേദയ്ക്ക്. ഗാർലിക് സോസ് വേണ്ടേടി? അതിവിടെ ഇരിക്കണം. അതൊക്കെ എപ്പോൾ എടുത്തു വെച്ചത്? നേരത്തെ അവിടെ ഇരിക്കുന്നു. ഓ, അപ്പം ഞാൻ എടുത്തു വെച്ചതായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയ മിൻസ് ചട്നിയാണേ. ലേശം ഉപ്പ് കുറവുപോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഗുഡ്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിയ ഗാർലിക് സോസ്. ഇത് വേണോ? ഒലിവ് ഇത്രയും വേണോ? ഇത്രയും പോരെ? ഓക്കെ. ഇനി വേദക്കുട്ടി ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ചൂടാണ്, തണുത്തിട്ട് പോരെ കഴിക്കുന്നത്? ഓഹ്, ആയിക്കോട്ടെ. വെള്ളം പറഞ്ഞു വേദയുടെ. ബ്രെഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കേ. ഗാർലിക് ചീസ് ബട്ടർ ബ്രെഡ് അല്ലേ നമ്മൾ ലുലുന്ന് വാങ്ങിയത്. കൊള്ളാം അല്ലേ? നല്ല ബ്രെഡ്. അപ്പം നമ്മുടെ മെയിൻ താരത്തെ നീ ടേസ്റ്റ് ചെയ്യേ. ചൂടാണോ? നല്ല കുക്കായില്ലേ? ഇങ്ങനെ കടിച്ച് തിന്നിങ്ങനെ അല്ലാതെ. എൻ്റെ സോസിൽ മുക്കി കഴിയടി. ഉപ്പ് കുറവല്ലേ? കൊള്ളാം അല്ലേ? പക്ഷേ മിൻറ്റ് ചട്നിയുടെ ടേസ്റ്റ്. അതും ഞാൻ ഇതിലുണ്ടാക്കിയതാണ്, എയർ ഫ്രയറിൽ. ചിക്കൻ അങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ കടിച്ച് തിന്നാണ് കാണേണ്ടത്. അടിപൊളി. അപ്പ കിട്ടിയില്ല. ഓ, എന്നിരിക്കാണ് ചിക്കൻ. അയ്യ, മുഖത്തെ റിയാക്ഷൻ. വൈകിട്ടില്ല, ഇന്ന് ഇത്രയേ ഉള്ളൂ, നാളെ ഇനി. എന്നാലും മതിയല്ലേ? അപ്പോൾ കണ്ടല്ലോ, വേദ ആക്രാന്തത്തോടെ ചിക്കൻ കാല് കടിച്ച് വലിക്കുന്നത്. വേദയ്ക്ക് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ വാങ്ങിച്ച് വെച്ച് കൊടുത്താൽ മതി. അവൾക്ക് വച്ചല്ല, വാങ്ങിച്ച് കൊടുത്താലും മതി. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. ഇപ്പം ഞാൻ കൊടുത്തിട്ട് വൈകിട്ട് വീണ്ടും കൊടുത്താൽ അവൾക്ക് വീണ്ടും സർപ്രൈസ് ആവും. അതുകൊണ്ടാണ് ഇന്ന് വേദയ്ക്കൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കി കാണിച്ചത്. ചിക്കനാണ് അവളുടെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിന് മുമ്പേ നമ്മുടെ അഗാരോയുടെ എയർ ഫ്രയർ ഒരു അടിപൊളി സാധനമാണ്. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞ് വലിയ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ. ബൈ.